നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കിടക്കുന്നു. എറണാകുളത്ത് നവജാത ശിശുവിനെ ഉപേക്ഷിച്ച അമ്മയും സുഹൃത്തും പിടിയിൽ. ആലുവ സ്വദേശിയായ യുവതിയാണ് പ്രസവത്തിന് ശേഷം കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൈമാറിയത്. മുപ്പത്തടത്തെ ഒരു വീട്ടിൽ നിന്ന് കളമശ്ശേരി പോലീസ് കുഞ്ഞിനെ കണ്ടെത്തി. അമ്മയെ 1-ാം പ്രതിയും സുഹൃത്ത് ജോൺ തോമസിനെ 2-ാം പ്രതിയുമാക്കി പോലീസ് കേസെടുത്തു. ഷാബാസ് അഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു. ഷാബാസ് അഹമ്മദ്, മുപ്പത്തടത്തെ വീട്ടിൽ ഈ കുഞ്ഞിനെ കണ്ടെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അമ്മയും സുഹൃത്തും ഇപ്പോൾ പിടിയിലുമായിരിക്കുന്നു. ഇത് കൈമാറ്റമാണോ? എന്താണ് സംഭവിച്ചത്? സുജിയ, വിവാഹേതര ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെ പൊതുസമൂഹത്തിന് മുമ്പിൽ വളർത്തുന്നതിലുള്ള മാനഹാനി ഭയന്നാണ് 6 ദിവസം പ്രായമായ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്ന ഒരു കൃത്യത്തിലേക്ക് ഇവരെ കടക്കാൻ പ്രേരിപ്പിച്ചത്. അങ്കമാലി സ്വദേശിയായ യുവതിയും കർത്തേടം സ്വദേശിയായ ജോൺ തോമസ് എന്ന ടോണിയും ചേർന്നാണ് ഇവർക്കുണ്ടായ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. കഴിഞ്ഞ മാസം 26-നായിരുന്നു ഗർഭിണിയായ യുവതിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. അന്ന് തന്നെ യുവതി പ്രസവിക്കുകയും ഈ കുഞ്ഞിനെ കൈമാറാനുള്ള തീരുമാനമെടുക്കുകയുമായിരുന്നു. ഈ കുഞ്ഞിനെ അമ്മ എന്തെങ്കിലും അപായപ്പെടുത്തിയേക്കുമെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കളമശ്ശേരി പോലീസ് ഒരു പരിശോധന നടത്തിയത്. തുടർന്ന് ഇവരെ ജോൺ തോമസ് എന്ന യുവാവിനെയും ഈ യുവതിയെയും മുപ്പത്തടത്തെ ഒരു ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തി. തുടർന്ന് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് മുപ്പത്തടത്ത് തന്നെ മറ്റൊരു വീട്ടിലേക്ക് ഈ കുട്ടിയെ കൈമാറിയിട്ടുണ്ടെന്ന വിവരം ലഭിച്ചത്. അങ്ങനെ ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി കളമശ്ശേരി പോലീസ് നടത്തിയ തെരച്ചിലിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ എറണാകുളം താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. ഈ അമ്മയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അമ്മയെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി. ഈ ജോൺ തോമസ് എന്ന യുവാവിനെ കളമശ്ശേരി കോടതി റിമാൻഡ് ചെയ്ത് കാക്കനാട് ജയിലിലേക്ക് അയച്ചു. ഈ ജോൺ തോമസ് എന്ന യുവാവ് 3 കുട്ടികളുടെ പിതാവാണ്. അതോടൊപ്പം ഈ യുവതിക്കും മറ്റു 2 കുട്ടികളുണ്ട്. ഈ യുവതി ഭർത്താവുമായി പിണങ്ങി കഴിയുകയായിരുന്നു. അതിനിടയിലാണ് ഈ ജോൺ തോമസ് എന്ന യുവാവിനെ പരിചയപ്പെട്ടതും അവർക്ക് ഒരു കുഞ്ഞുണ്ടായതും. ഈ കുഞ്ഞിനെയാണ് ഈ മാനഹാനി ഭയന്ന് പൊതുസമൂഹം എന്ത് വിചാരിക്കുമെന്ന തരത്തിലുള്ള മാനഹാനി ഭയന്ന് ഉപേക്ഷിക്കാൻ ഇവർ തയ്യാറായത്. സുജിയ, ഓക്കെ ഷാബാസ്, എന്തായാലും ഇതൊക്കെ ചെയ്യുന്നവർ, ആ ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനായി കാത്തിരിക്കുന്ന എത്രയോ മനുഷ്യരുണ്ടാകും. അതുകൂടി ഓർക്കേണ്ടതാണ്. കുഞ്ഞിനെ ഇങ്ങനെ കൈമാറുന്നതിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തിന്റെ പവിത്രത തന്നെ നിങ്ങൾ കളയുകയല്ലേ ചെയ്തതെന്നാണ് ചോദ്യം.